അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടു. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ് അർജുൻ. സോ ഇന്ന് ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഡേ ഇൻ അവർ ലൈഫായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആഴിമല ശിവനെ കാണാനാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ആഴിമല ശിവൻ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും, ഒരുപാട് പേര് വന്നിട്ടുള്ള സ്ഥലമായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അപ്പോൾ എനിക്ക് അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി ഇവിടെ എല്ലാവരും പോയിട്ടുണ്ട്, അർജുനും ഫാമിലി എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൂടുതൽ ആരൊക്കെയാ നോക്കാം. രുക്കുണ്ട്. രുക്കുവിനെ ക്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്യാനാണ് ഞങ്ങൾ പിക്ക് ചെയ്തത്. അപ്പോൾ രുക്കുവിനെയും കൂടിയും ഡ്രോപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടായിരിക്കാം. രുക്കു ഇപ്പൊ ക്ലാസ് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ലേറ്റ് ആണോ? ലേറ്റ് ആണ്, കുറച്ച് ലേറ്റ് ആണ് നമ്മൾ. കാരണം രുക്കുവിനും കൂടി ലേറ്റ് ആയി. അവൾ ട്രെയിനിലാണ് പോവാറുള്ളത്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ എന്തായാലും ആഴിമല പോകുന്നതുകൊണ്ട് അവളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, ക്ലാസ്സിന് പോകാനായിട്ട് ഇപ്പൊ ഓണത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞാൽ മടിയായിട്ടിരിക്കുകയാണോ രുക്കു? കുഴപ്പമില്ല, ശരി. പിന്നെ സൂര്യ ഉണ്ട് ഇവിടെ. സൂര്യ ഹായ് പറ. അർജുട്ടാ. യെസ്, അപ്പൊ അർജുനാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളെപ്പോ എത്തും? രുക്കുവിനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു 10 മണിക്ക് ആകുമ്പോഴേക്കും എത്തുമായിരിക്കും അല്ലേ? 9:30 ആകുമ്പോഴേക്കും നമ്മളിപ്പോ പേട്ട എത്തിക്കഴിഞ്ഞു. ആസ് യൂഷ്വൽ എപ്പോഴും കിട്ടുന്ന ബ്ലോക്ക് തന്നെയാണ് പേട്ടയിൽ എപ്പോഴും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ രുക്കുവിന്റെ ക്ലാസ്സും മിക്കവാറും ലേറ്റ് ആവും. നമ്മൾ എത്തുന്നതും ലേറ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചിലപ്പോ ഇന്ന് ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ലേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നത്. ഓണം കഴിഞ്ഞില്ലല്ലോ, ചതയല്ലേ? അതെ, ചതയോ. സോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ആഴിമല ശിവ ടെമ്പിളിൽ എത്തി. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞാനും സൂര്യ അർജുനും കൂടി പോവാണ്. അപ്പൊ ഇവിടെ കടലാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഞാൻ എന്താ ഇത്ര എക്സൈറ്റഡ് ആണെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് വരുന്നത്. നമുക്ക് കടലിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീ വ്യൂ ആണ് ബാക്കിലുള്ളത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വണ്ടികളും തിരക്കുണ്ട്. ക്യൂ നിൽക്കണോ കാര്യങ്ങളൊന്നും അറിയില്ല. ക്യൂ നിൽക്കേണ്ടി വരുമോ? ഓക്കെ, അപ്പൊ ശരി, നമുക്ക് പോവാം, നടക്കാം. സൂര്യ. പിന്നെ അർജുന എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ? ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. ഞാനിവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ സോമതീരം റിസോർട്ടിൽ പണ്ട് എൻ്റെ മുന്നേ കമ്പനിയുടെ പ്രൊജക്ട് ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആഴിമല ഈ ശിവൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ശില്പിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കുന്ന സമയത്തും എല്ലാം ഞാനിവിടെ എൻ്റെ ഒരു പ്രസൻസ് ഇവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഓ ശരി ശരി ശരി. അപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സീ വ്യൂ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. യെസ്, ഇതാണ് ടെമ്പിള്. എൻട്രൻസ് ആണ് ഇത്. ബസ്സിലൊക്കെയാണ് ഒരുപാട് പേര് വന്നിട്ടുള്ളത്. ഫാമിലിയും റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അമ്പലത്തിന്റെ കോമ്പൗണ്ട്. അപ്പൊ അമ്പലത്തിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ല ആക്ച്വലി. അപ്പൊ നമുക്കിവിടെ ശിവനും പാർവതിയും ഗണപതിയാണ് പ്രതിഷ്ഠയുള്ളത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ആ കോമ്പൗണ്ടിൻ്റെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും വലുതാന്ന് തോന്നുന്നു അല്ലേ അർജുട്ട? ഇത് ഒക്കെ പറയും. കേരളത്തിൽ ഏറ്റവും വലുതാണോന്ന് എനിക്കറിയില്ല, എനിക്ക് ഡൗട്ടാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയൊരു ശിവന്റെ അല്ല, ശിവലിംഗം ഉണ്ട്. നമുക്ക് നെയ്യാറ്റിങ്കര എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്തുള്ളവർക്കും അറിയാമെന്നുള്ളത്. നെയ്യാറ്റിങ്കര ശിവക്ഷേത്രത്തിൽ അവിടെ ഏറ്റവും വലിയ ശിവലിംഗം ഉണ്ട്. ഇപ്പൊ ഈയിടയ്ക്ക് ഹനുമാന്റെ ഒരു പ്രതിമയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നെയ്യാറ്റിങ്കര. അപ്പൊ ഇത് നമ്മുടെ ഈ ശിവലിംഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ കടൽ തീരത്തിന്റെ തൊട്ടടുത്തായിട്ടാണ്. കടൽ തീരത്ത് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കടൽ സീ വ്യൂ കിട്ടുന്നുണ്ടായിരിക്കും. ഏറ്റവും വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർബറിലോട്ട് പോർട്ടിലോട്ട് കപ്പൽ വരുന്ന ടൈമിൽ ഇതിന്റെ ബാക്കിൽ കൂടെ ഇത് പാസ് ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് ഒരു കപ്പൽ വന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് എനിക്കത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു കപ്പലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് ഇതിന്റെ ബാക്കിൽ കൂടെ ഒന്ന് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ നല്ലൊരു വ്യൂ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കാണാനായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഓണത്തിന്റെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ വന്നിട്ടുണ്ട്. തൊഴാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ ശിവനും പാർവതിയും കൂടി ഇരിക്കുന്ന ഒരു അമ്പലമാണ്. ഗണപതി ഉണ്ട് പ്രതിഷ്ഠ അല്ലേ? യെസ്, പാർവതിയും പ്രതിഷ്ഠയാണ്. അപ്പൊ അതാണ് നമ്മുടെ ആഴിമല ശിവൻ. കണ്ടിട്ടില്ലാത്തവര് തിരുവനന്തപുരം
ആഴിമല ശിവക്ഷേത്രം. ഓക്കെ, അതാണ് ആഴിമല ശിവൻ. അതാണല്ലോ നമ്മളിപ്പോ മുന്നിൽ നിൽക്കുന്നത്, ശിവന്റെ മുന്നിൽ. യെസ്. അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുള്ളവരൊക്കെ ഒരുവിധം കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലാത്തവർക്കൊക്കെ ഒരു ട്രിവാൻഡ്രം വരുമ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. യെസ്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാനൊരു റീൽ വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്യുന്നൊരു ഡാൻസ് റീൽ വീഡിയോ. പക്ഷെ ഭയങ്കര തിരക്കാണ് കണ്ടോ, ഒരുപാട് പേര് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെതായ ഒരു തിരക്കുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബീച്ച് അല്ലെങ്കിൽ ഒരു സീ വ്യൂ എന്ന് പറയണത്. കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്നിട്ട് നമുക്കിങ്ങനെ കാറ്റൊക്കെ കൊള്ളാനായിട്ട് നല്ല രസമാണ്. വെയിലില്ലെങ്കിൽ ഈവനിങ് ടൈം എനിക്ക് തോന്നുന്നു അടിപൊളിയായിരിക്കും. ഞങ്ങൾ മോർണിംഗാണ് വന്നത്, അപ്പോൾ സമയം ഉച്ചയാവാറായി. അപ്പോൾ അതിൻ്റേതായൊരു വെയിലും ചൂടൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാനായിട്ട് നല്ല രസമാണ്. നല്ലൊരു വൈബും നല്ല കാറ്റും എല്ലാം ഉണ്ട്. ഓക്കെ, യെസ്. അവിടെയാണ് നമ്മൾ വണ്ടികളൊക്കെ കാറെല്ലാം പാർക്ക് ചെയ്യുന്നത്. അവിടെയാണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ശിവന്റെ സ്റ്റാച്യു. ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ എൻട്രൻസിന് അവിടെയായിട്ടാണ് അമ്പലം ഉള്ളത്. പ്രതിഷ്ഠി അമ്പലവും നമുക്ക് അവിടെയാണ് തൊഴാൻ പറ്റുന്നില്ല. അടിപൊളിയാണ്. അപ്പം നമ്മളിപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയത് വേറെ ഒന്നല്ല, അർജുൻ്റെ ഫോൺ വണ്ടിക്കകത്തായി പോയി. അപ്പോൾ അതിൽ കുറച്ച് ഫോട്ടോസും കൂടി ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞ് ഇവിടുന്ന് പോവും. അപ്പോൾ ഒരു 1 ടൈം വിസിറ്റൊക്കെയാണ്. പിന്നെ ശിവൻ്റെ ഭക്തരായിട്ടുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. കാണാൻ ആ സ്റ്റാച്യു ഒന്ന് കാണാനും ആ ഒരു സീ വ്യൂ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. റിസോർട്ടുകളും ഒരുപാട് ടൂറിസ്റ്റുകളും കൂടി വരുന്ന ഒരു ഏരിയ ആണ് ഈ ആഴിമല എന്ന് പറയുന്നത്. കാരണം ബീച്ച് സീ വ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പേര് ഈ ഒരു ശിവൻ്റെ സ്റ്റാച്യു വിസിറ്റ് ചെയ്യുന്നവരുണ്ട്. സോ അത്രേ ഉള്ളൂ നമ്മുടെ ആഴിമല വ്ളോഗ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമുക്ക് തൊഴുതൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് റെസ്റ്റോറൻറ്റ്, കഫേ, ഹോട്ടൽ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ, ലഞ്ച് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവർ 2 പേരും അർജുനും സൂര്യൻ 2 ചായയും അതുപോലെ ഞാൻ ഉഴുന്നുവട പഴംപൊരിയൊക്കെ കഴിക്കാമെന്ന് വെച്ചു. നമുക്കിങ്ങനെ ഭയങ്കര വിശപ്പൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇനിയും കുറച്ച് നേരം ഇവിടെ നിന്നൊരു റീല് വീഡിയോ ഒക്കെ എടുക്കേണ്ടത് കൊണ്ട് നമ്മൾ കഴിക്കാമെന്ന് വെച്ചു. ഭയങ്കര ചൂടാണ്, നല്ല വെയിലാണ്. സൺസ്ക്രീനൊക്കെ അത്യാവശ്യം ഇട്ടിട്ട് വന്നാൽ മതി. വരുന്നവരെല്ലാവരും അത്യാവശ്യം ബ്യൂട്ടി കോൺഷ്യസ് ആയ ഒരു സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് വന്നാൽ മതി. ആ, എന്തെങ്കിലും സ്കിൻ കെയർ ബ്യൂട്ടി വ്ളോഗൊക്കെ കണ്ടന്റ് ഇല്ലാണ്ടാവുമ്പോൾ ഞാൻ ഇട്ടോളാം. അതുണ്ടാവും. പിന്നെ അർജുൻ്റെ കുറച്ച് ചലഞ്ചസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും അപ്കമിങ് ആയിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനല്. കുറെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. മതി. അപ്പൊ ഞാൻ ലൈഫ് ടൈം ചലഞ്ച് അല്ലേ ഏറ്റെടുത്തിരിക്കണം. നമ്മള് ഉഴുന്നുവടയും പഴംപൊരിയൊക്കെ വാങ്ങി കഴിച്ചോണ്ടിരിക്കുകയാണ്. അമ്മയും കൂടി വരാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആഴിമല ശിവന്റെ അവിടെ നമ്മൾ തൊഴുതിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബീച്ചിലോട്ട് പോകുന്ന വഴിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഉണ്ട്. അവിടെ നിന്ന് കിട്ടുന്നു. ആക്ച്വലി ഇവിടെ താഴോട്ട് ബീച്ചിലോട്ടും ഒരുപാട് ചെറിയ ഈ വഴിയൊരു കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ മറ്റേ പൈനാപ്പിളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഫോട്ടോ എടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കാണാനില്ല, എണ്ണം പോലും കാണാനില്ല. കാരണം നല്ല രീതിയിലെടുത്തു. ഐസ്ക്രീം ആ ഭാഗത്തോട്ട് ഐസ്ക്രീമും കിട്ടും. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീമൊക്കെ കുടിച്ച് ജോളിയായിട്ട് ഇവിടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ ചായയും പഴംപൊരിയും വടയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് സീ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ആഴിമല വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നമ്മളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. ഇങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി നമ്മൾ ജസ്റ്റ് നമ്മുടെ സീ വ്യൂ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടാണ് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് ആണ് ആഴിമല ശിവന്റെ സ്റ്റാച്യു അല്ലേ. തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു അമ്പലം തന്നെയാണ് ആഴിമല അല്ലേ. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ എന്നും
കടലിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാൻ കഴിയും കണ്ടോ, ഇവിടെ എല്ലാം ഇപ്പോൾ കടലിൽ നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമുക്കിതാ ഈ സ്റ്റെപ്പ് വഴി നടന്ന് നമുക്ക് താഴോട്ട് പോയി അവിടെയൊക്കെ ഈ എന്താ പറയുക വഴിയിൽ നിൽക്കുന്ന കച്ചവടക്കാരൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ് കടലെടുത്തു, ഈ സൈഡെല്ലാം കംപ്ലീറ്റ് കടലെടുത്തു. അങ്ങ് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ബീച്ച്, ആ ഒരു വള്ളമൊക്കെ ഇട്ടേക്കുന്ന ഒരു ബീച്ച്, അതാണ് അടിമലത്തുറ ബീച്ച്. അവിടെയാണ് ആക്ച്വലി സോമതീരം, അടിമലത്തുറ ബീച്ച്. അപ്പോൾ അവിടെയാണ് സോമതീരം റിസോർട്ട് ഉള്ളത്. പിന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അതെല്ലാം മണൽ തീരം, സോമതീരം റിസോർട്ടുകളാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു സജഷൻ വരാൻ പ്ലാൻ ഉള്ളവർ ഈവനിങ് ടൈമിൽ വരുന്നതായിരിക്കും. ഈവനിങ് അതിനെക്കാളും തിരക്കാണ് കേട്ടോ. ആണോ? തിരക്കിനില്ല, ഞാൻ പറഞ്ഞ വെയില് രാവിലെയൊക്കെ വന്നാൽ ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല വെയിലുണ്ട്. ഒന്ന് ഒരു പീസ്ഫുൾ ഒരു കാം അങ്ങനെ ഒരു വൈബും കൂടി ചെയ്യാനാണെങ്കിൽ ഈവനിങ് ടൈം, അപ്പൊ തൊഴുതതിന് ശേഷം വൈബ് ചെയ്യാം. നല്ല തിരക്കുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഇതിന്റെ മോഡലോട്ടും ഒരുപാട് പാർക്കിംഗ്. അവിടെ പേ ആൻഡ് പാർക്കാണ് മുകളിലോട്ട്, ഇവിടെയും പേ ആൻഡ് പാർക്കാണ്. പക്ഷേ ഓരോരുത്തരുടെ എന്താ പറയുക പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് എല്ലാം അവരെല്ലാം ലീസിനടുത്താണ് ഈ പേ ആൻഡ് പാർക്ക് സിസ്റ്റം എല്ലാം മുകളിലോട്ടുള്ളത്. ഒരുപാടുണ്ട്, ഒരു 5-6 പേ ആൻഡ് പാർക്കിന്റെ കോമ്പൗണ്ടുകളുണ്ട്. വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്നത്. ഇത് റിസോർട്ടാണ്. ഇതല്ല, ഈ സ്ട്രക്ചറല്ല, ഇതിന്റെ മുകളിൽ റിസോർട്ടുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. എനിക്ക് അറിയാമെന്നുള്ളതും എനിക്ക് ആക്ച്വലി എൻ്റെ ഓണേഴ്സിനെ എനിക്ക് പരിചയമുള്ളതാണ് സോമതീരം മണൽ തീരത്തിൻ്റെ. അപ്പം അവിടെ കുറച്ചാൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോമതീരത്ത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രോജക്ട് എഞ്ചിനീയർ ആയിട്ട്. അപ്പോൾ റിസോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ MEP കൺസൾട്ടൻ്റ് ആയിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയൊക്കെ നല്ല സുപരിചിതമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ആഴിമല ശിവൻ്റെ ഈ ഒരു ശില്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെല്ലാം കവേർഡായിരുന്നു, നമുക്കൊന്നും കാണാനായിട്ട് പറ്റില്ല. നമുക്ക് ഈ ബീച്ച് വഴി, ആ അടിമലത്തുറ ബീച്ച് വഴി നടന്ന് വരാൻ കഴിയും. ഇതേവരെ നടന്ന് വന്നാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതൊക്കെ ഒരു ഓർമ്മകളാണ്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. ഇന്നത്തെ ഒരു അനിയനെ കാണാനില്ലല്ലോ, ശിവ ടെമ്പിളിന്റെ സൂര്യ അവിടെ ഉണ്ട്, ആഴിമല ശിവ ടെമ്പിളിന്റെ ഒരു വ്ളോഗ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. Until next time, stay tuned. Bye from Aish and Arjun. Bye. Hey. Bye, brother. Bye. Bye.